സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. വാപ്പജി വിചാരിക്കുന്ന പോലെ നിങ്ങൾ കൈവച്ച് കൊടുക്കാതെ അവള് പോവില്ല. ഇനി അവള് തയ്യാറായാലും മഷു ഇത് കൊണ്ടുപോയിട്ട് വേണ്ടേ? വാപ്പജി വിചാരിക്കുന്ന പോലെ ഒരാളല്ല മഷു. അതോർത്ത് വാപ്പച്ചി പ്രഷർ കൂട്ടണ്ട. വീറോട് അതും പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് പോയി. മറുത്തൊന്നും പറയാനാകാതെ ഇരുന്നതേ ഉള്ളൂ അയാൾ. സമയം കടന്നുപോയി. റംസാൻ ഇടാതിരാതെ സൽമാനെ വിളിച്ചു. സുറുമിയെ അടുത്ത കൂട്ടുകാരികളെക്കുറിച്ച് വാപ്പച്ചിയുടെ റംസാൻ ചോദിച്ചെങ്കിലും അനുകൂലമായിട്ടൊരു മറുപടി അയാൾ നിന്നുണ്ടായില്ല. അയാൾക്ക് അതേക്കുറിച്ച് വലിയൊരു അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. അവൻ ഉമ്മയോട് ചോദിച്ചെങ്കിലും അവൾ കൊണ്ട് വിടലും കൊണ്ടുവരലും എല്ലാം സൽമാൻ ആയതുകൊണ്ട് അവർക്കും വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഗേൾസ് ഹൈസ്കൂളിൻ്റെ അവിടെ എവിടെയോ കാണുന്നു ഹനയാണ് കുട്ടിയുടെ പേരെന്നും വാപ്പ ഗൾഫൊക്കെ നിർത്തി വന്ന ആളാണെന്നും 1 വർഷം മുമ്പ് ഈ കുട്ടിയും അവളെ സഹോദരനെയും കല്യാണം ഒരുമിച്ചായിരുന്നെന്നും പൊതുവിവരം മാത്രമേ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. സമയം കഴിയുന്തോറും ഉമ്മാക്ക് മാത്രമല്ല പുറമേക്ക് പ്രകടിപ്പിച്ചില്ലെങ്കിലും വാപ്പച്ചിയുടെ മനസ്സും അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അവൾ ഹനയുടെ വീട്ടിലുണ്ടാകുമെന്ന് സമീറയുടെ ഉറപ്പിലും നിർബന്ധത്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ഉമ്മയിൽ നിന്ന് കിട്ടിയ വിവരം വെച്ച് അവിടെ പോയി ആരുടെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് റംസാൻ ഇറങ്ങിയതും മുറ്റത്ത് സൽമാൻ്റെ കാറ് കൊണ്ട് നിർത്തിയതും ഒരുമിച്ചായിരുന്നു. കാറിൽ നിന്ന് സൽമാനൊപ്പം ഇറങ്ങി സുറുമിയെ കണ്ടതും വാപ്പച്ചിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. എന്നാൽ സമീറയ്ക്ക് ചിരിയാണ് വരുന്നത്. കുട്ടി വന്ന ചിരിയെ കടിച്ചു പിരിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും റംസാൻ അത്ഭുതത്തോടെ പുരികം മുക്കി എന്തെന്ന് ചോദിച്ചു. അവൾ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സൽമാൻ കൂടെ അറിഞ്ഞാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിലെനിക്ക് വലിയ പേടിയൊന്നും തോന്നാതിരുന്നേ. വാശിയുടെ കാര്യത്തിൽ വാപ്പച്ചി പുലിയാണെങ്കിലേ അവൾ അതിലും വീര്യം കൂടി ഐറ്റമാ. സമീറ റംസാന്റെ ചെവിയിലെ അടുക്കി പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ ചിരി വന്നെങ്കിലും അവൻ കണ്ണുകൊണ്ട് വാപ്പച്ചി കേൾക്കുമെന്ന് ആംഗ്യം കാണിച്ചു. സൽമാനും സുറുമിയും അകത്തേക്ക് കയറാനൊരുങ്ങിയതും വാപ്പച്ചി അവർക്ക് മുമ്പിൽ തടസ്സമായി നിന്നു. രണ്ടുപേരെയും തുറപ്പിച്ചു നോക്കുന്നതോടൊപ്പം പല്ലെറുമ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ. എന്നാൽ ഇതൊക്കെ പ്രതീക്ഷിതമാണെന്ന ഭാവമായിരുന്നു സുറുമിക്കും സൽമാനും. ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് രണ്ടുപേരും നിൽക്കുന്നത്. രാവിലെ ചങ്ക് പൊട്ടുന്ന ഹൃദയഭാരത്താൽ തലകുനിച്ചിറങ്ങിപ്പോയ സുറുമിയല്ല ഇപ്പം മുന്നിലുള്ളതെന്ന് തോന്നിയ അയാൾക്ക്. വരുന്നതെന്ത് നേരിടാനുള്ള ചങ്കുറ്റത്തോടെയുള്ള അവളുടെ ഭാവം അയാളുടെ ദേഷ്യത്തെ ഇരട്ടിയാക്കി. അയാളുടെ ദേഷ്യത്തോടുള്ള മുഖം കണ്ടതും ഉമ്മ യാചനയോടെ അയാളെ നോക്കി ഒന്നും പറയല്ലേ എന്ന് കെഞ്ചി. അവരുടെ കണ്ണുനീർ അയാളിൽ ഒരു ചലനവും സൃഷ്ടിച്ചില്ലെന്ന് മാത്രമല്ല അയാൾ വീണ്ടും ചുട്ടരിക്കാനുള്ള ദേഷ്യത്തിൽ അവരെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആങ്ങളെയും പെങ്ങളും കൂടി എന്നെ തോൽപ്പിക്കാൻ കച്ചക്കെട്ടി ഇറങ്ങിയതായിരിക്കുമല്ലേ? അയാൾ മുരണ്ടു. ഞങ്ങൾ ആരെയും തോൽപ്പിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വാപ്പച്ചി. വാപ്പച്ചിയല്ലേ ഞാനില്ലാത്ത ദിവസം നോക്കി ഓരോ വയയിൽ വന്ന് മുഴുവനാക്കാതെ അവൻ നിർത്തി. എന്താ നിർത്തി കഴിഞ്ഞത്? ബാക്കി കൂടെ പറയും. നീ ഇല്ലാത്ത ദിവസം നോക്കി ഞാൻ ഈ ചെറ്റത്രം കാണിച്ചതെന്ന് എന്തെന്നില്ലാതെ നീ ചോദിക്കാമെന്ന് അയാൾ ശബ്ദം ഉയർത്തി. അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പം ചെയ്തത് ചെറ്റത്രമാണെന്ന് വാപ്പച്ചിക്ക് അറിയാലേ? പരിഹാസത്തോടെ മറ്റെവിടെ നോക്കിക്കൊണ്ട് സൽമാൻ പറഞ്ഞു. ഡാ തറുതല പറയുന്നോ? അയാൾ അവനെ അടിക്കാനായി കൈയൊങ്ങി. വാപ്പച്ചി എന്താ ഇത്? മുറ്റാണ്, ആളുകൾ ശ്രദ്ധിക്കും. വെറുതെ എന്തിനാ നമ്മുടെ കുടുംബ പ്രശ്നം ഒച്ചയെടുത്ത് നാട്ടുകാരെ കൂടെ അറിയിക്കുന്നേ? അകത്തേക്ക് കയറുന്നത് സംസാരിക്കാം. പ്രശ്നം വഷളാവെന്ന് കണ്ടതും റംസാൻ ഇടപെട്ടു. സൽമാനെ നീ കയറ്. റുമി നീയും വാ. റംസാൻ പറഞ്ഞതും വാപ്പച്ചി അവരെന്ന് കൂട്ടുപിടിച്ച് നോക്കി അകത്തേക്ക് കയറിപ്പോയി. പുറകെ ബാക്കിയുള്ളവരും. ലിവിംഗ് റൂമിലെത്തിയതും വാപ്പച്ചി പരാതിയുടെയും കുറ്റങ്ങളുടെയും ഭീഷണിയുടെയും കെട്ടഴിച്ചു വിട്ടു. ഇപ്പോൾ വന്ന കല്യാണാലോചന എന്ത് വന്നാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം. ചെക്കൻ സിറ്റി ഹോസ്പിറ്റലിൽ പുതുതായി ചാർജ് എടുത്ത ന്യൂറോ സർജനാണെന്നായിരുന്നു പേര് കേട്ട തറവാട്ടുകാരാണെന്നും ഇതിന് നല്ലൊരു ബന്ധം കിട്ടാനില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ. വന്ന ആളുകളുടെ മുമ്പിലൊന്ന് മുഖമുയർത്തി നോക്കുക പോലും ചെയ്യാതെ തന്നെ സുറുമി മനഃപൂർവ്വം നാണം കെടുത്തിയെന്നും ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ ഞാനാണോ, അതല്ല ഇന്നലെ കണ്ട സ്വന്തം കുടുംബത്തിനെ പോറ്റാൻ പോലും മര്യാദയ്ക്ക് വരുമാനമാർഗ്ഗം ഇല്ലാത്ത ആ ചെക്കനാണെന്ന് എനിക്ക് വലുതെന്ന് വാപ്പച്ചി ചോദിച്ചപ്പം അവളുടെ ഉള്ളം നീറി. പണ്ടെങ്ങോ പഠിച്ച പിതാവിൻ്റെ തൃപ്തിയിലാണ് പഠിച്ചവൻ്റെ തൃപ്തി എന്ന നബി വചനമാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ വാപ്പച്ചിയെ എതിർത്ത് സ്വയം ഒരു തീരുമാനമെടുത്താൽ താൻ തിരഞ്ഞെടുക്കുന്ന മഷുവത്തോളം ജീവിതം തനിക്കൊരു സമാധാനവും സന്തോഷവും കാണില്ല. അങ്ങനെ സന്തോഷവും സമാധാനം ഇല്ലാത്തൊരു ജീവിതം മഷുവിൻ്റെ കൂടെ ജീവിച്ചു തീർക്കേണ്ടി വരുന്നതോർക്കോ അവളുടെ മനസ്സവനെ ഓർത്ത് പിഴഞ്ഞു. വാപ്പച്ചിയെ അനുസരിച്ചാൽ ശിഷ്ടകാലം മുഴുവൻ മഷുവിൻ്റെ ഓർമ്മയിൽ നീറി നീറി ജീവിക്കേണ്ടി വരുന്നതോർത്തപ്പം ഒരു തീരുമാനം എടുക്കാനാവാതെ അവളുടെ ഉള്ളം വീണു. ആരുടെയും മുഖത്ത് നോക്കാതെ വാപ്പച്ചി പറയുന്നതെല്ലാം കേട്ട് തലകുനിച്ച് നിന്നതേ ഉള്ളൂ അവൾ. ഒരു നിമിഷം മഷൂദിനെ കണ്ട് മുട്ടിയിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോയി. അവൾ അവനെ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും സുഖമായി സ്വസ്ഥമായി ജീവിച്ചിരുന്നേനെ അവൻ. ഇന്നിപ്പം അവൾക്കൊപ്പമോ അതിൽ കൂടുതലോ മൈലുകൾക്കപ്പുറം സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒരാൾ പോലും ഇല്ലാത്ത അവൻ നീറി പുകയുന്നുണ്ടാകും. എത്ര സമാധാനപരമായി കഴിഞ്ഞിരുന്നതവൻ. അവൻക്കും അവൻ്റെ കുടുംബത്തിനും താൻ കാരണം വേദനയില്ലാതെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതോർത്തപ്പം അവളുടെ ഉള്ളം കുറ്റബോധം കൊണ്ട് സങ്കടം കൊണ്ട് നീറി.
പടച്ചോനെ എൻ്റെ മുമ്പിൽ ഒരു വഴി തെളിച്ചതാ. അവൾ മനസ്സുകൊണ്ട് പടച്ചോനോട് കേണു. കണ്ടില്ലേ അവളുടെ വാശി? ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ? കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കാൻ നന്ദി കെട്ടവൾ. ഇത്രയും കാലം വളർത്തി വലുതാക്കിയതിന് നീ ഞങ്ങൾക്ക് തന്ന സമ്മാനം അതായിരിക്കല്ലേ നിന്റെ ഈ ധിക്കാരം. അയാളുടെ ഓരോ വാക്കും അവൾ ഉള്ളിൽ കുത്തി മുറിവേൽപ്പിച്ചു. ആ മുറിയിൽ നിന്ന് ചോര കനിയുന്നുണ്ടെന്ന് തോന്നി അവൾക്ക്. അവളുടെ തകർന്ന നിൽപ്പ് കണ്ടപ്പം അയാൾ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നു. സ്നേഹബന്ധം പറഞ്ഞും അവൾ ചെയ്യുന്ന നന്ദിക്കേട് ഓർമ്മിപ്പിച്ചും ഇതുവരെ വളർത്തി വലുതാക്കിയ കണക്ക് പറഞ്ഞും അവളെ മാനസികമായി വേദനിപ്പിച്ചാൽ ഒരുപക്ഷെ അവൾ അവനെ മറക്കാൻ തയ്യാറാകുമെന്ന്, താൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകുമെന്നും അയാൾ കണക്ക് കൂട്ടി. ഇവൾ എന്ത് നന്ദികേട് കാണിച്ചെന്നാ വാപ്പിച്ച് പറയണേ? ആരെ ധിക്കരിച്ചെന്നാ പറയണേ? ഒരാളുടെ ഇഷ്ടം തോന്നിയത് മഹാ അപരാധമാണോ? അവൻ നന്മയുള്ളവനാ. അങ്ങനെ ഒരാളെ ജീവിത പങ്കാളിയെ കിട്ടാൻ അവൾ ആഗ്രഹിച്ചതിൽ എന്ത് തെറ്റ്? അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവുകയോ അവൻ വിളിച്ചിറക്കി കൊണ്ടുപോവുകയോ മറ്റോ ചെയ്തോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വാപ്പച്ചി പറയുന്ന ധിക്കാരിയും നന്ദി കെട്ടവളെല്ലാം ആയേനേവള്. ഇഷ്ടം തോന്നിയ ഉടനെ അവൻ മാന്യമായി പെണ്ണു ചോദിച്ചു. തറവാട് പേരും പറഞ്ഞ് അവൻ്റെ മരിച്ചുപോയ ഉപ്പാൻ്റെ പേരിൽ മുമ്പെങ്ങോ ഉണ്ടായിരുന്നൊരു കേസിൻ്റെ പേരും പറഞ്ഞ് വാപ്പച്ചി കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ ഞങ്ങൾ എന്തെങ്കിലും എതിര് പറഞ്ഞു? തന്നിഷ്ടം ചെയ്തോ? എന്നിട്ടും ഞങ്ങളുടെ ഇഷ്ടവും സന്തോഷവും നോക്കാതെ അനുവാദം പോലും ചോദിക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന വാപ്പച്ചി തന്നെയല്ലേ ഞങ്ങളോട് നന്ദിക്കേട് കാണിക്കുന്നേ? സൽമാൻ്റെ ശബ്ദം ഉയർന്നു. ഓരോ വാക്ക് പറയുമ്പോഴും ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും സൽമാൻ്റെ ശബ്ദം ഉയർന്നു. ഒരു കൈ സുർമിയുടെ തോളിലൂടെ ഇട്ട് അവൻ്റെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. അവൻ്റെ കൈക്കുള്ളിൽ നെഞ്ചു പൊട്ടുന്ന വേദനയാൽ തലകുനിച്ച് നിൽക്കുകയാണ് സുർമി. ശക്തമായി ഉയർന്നു തായുന്ന അവളുടെ ശ്വാസഗതിയിലുണ്ടായിരുന്നു അവൾ അനുഭവിക്കുന്ന വേദനയുടെയും നോവിൻ്റെയും വ്യാപ്തി. എന്തിനാ വാപ്പച്ചി വാശി കാണിക്കണേ? വാപ്പച്ചി എന്തിനു വേണ്ടി ആലോചന കൊണ്ടുവന്നേ? ഇവളൊരു പണക്കാരുടെ കൂടെ സന്തോഷമായി ജീവിക്കണം, ഇതല്ലേ വാപ്പച്ചിയുടെ ആഗ്രഹം? അങ്ങനെ ലൈഫിൽ ഒരിക്കലും ഇവളുടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, ഒരിക്കലും ഇവൾക്ക് സന്തോഷിക്കാൻ കഴിയില്ലെങ്കിൽ വാപ്പച്ചി ഇവളുടെ കാര്യത്തിൽ എടുത്ത ഈ തീരുമാനം തെറ്റില്ലേ? ഇനി അതല്ല, ഇട്ടുമൂടാനുള്ള പണവും വലിയ വീടും പേരും കേട്ട തറവാടും മാത്രം മതി അവൾ നീറി നീറി ജീവിച്ചോട്ടെ എന്നാണോ? പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ്റെ ശബ്ദമിടറി. മതി, എനിക്ക് വേണ്ടി ആരും ഒച്ച വെക്കണ്ട. വാപ്പച്ചിക്കോ കുടുംബത്തിനോ ഞാൻ ചീത്തപ്പേരുണ്ടാക്കുന്നുമില്ല, പോരെ? അപ്പോൾ വാപ്പച്ചിക്ക് തൃപ്തിയാവുമല്ലോ. അതിന് ഞാൻ എന്താ വേണ്ടേ? മോശത്തുള്ള ജീവിതം ആഗ്രഹിക്കരുത്, അവനെ മറക്കണം, ഇതല്ലേ വേണ്ടേ? അവനെപ്പെന്നല്ല ആരുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട, എനിക്കാരെയും കല്യാണവും കഴിക്കണ്ട. പക്ഷെ മഷുവിനെ മറക്കാൻ മാത്രം പറയരുത്. വാപ്പച്ചി സന്തോഷത്തോടെ കൈപിടിച്ച് തന്നെങ്കിലല്ലേ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂ. മനസ്സിൽ കൊണ്ടു നടക്കാൻ വാപ്പച്ചിയുടെ തൃപ്തി വേണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ ഇനിയുള്ള കാലം ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ചോളാം. ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് അയാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും തച്ചടച്ച് നീറി നീറി ജീവിക്കുന്നതിലേറെ നല്ലതല്ലേ സ്വയം നീറി ജീവിക്കുന്നത്? എൻ്റെ വിധി ഇതാണെന്ന് കരുതി ഞാൻ അങ്ങനെ സമാധാനിച്ചോളാം. വാശിയോടെ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ടവൾ സൽമാൻ്റെ കൈക്കുള്ളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് മേലേക്കുള്ള കോണിപ്പടികൾ ഓടിക്കയറി. 4-5 പടികൾ കയറിയതും അവളൊന്ന് നിന്നു. ഞങ്ങളുടെ കല്യാണം നടത്തി തരുന്നതിലല്ലേ വാപ്പച്ചിക്ക് എതിർപ്പ്? സഫ, അവളുടെയും സലുക്കയുടെയും കല്യാണത്തിനെങ്കിലും വാപ്പച്ചി സമ്മതിക്കണം. ഇനി അതല്ല, സലുക്ക കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് ഇട്ടുമൂടാനുള്ള സ്വർണം കൊണ്ടുവരണമെന്നാണെങ്കിലേ വാപ്പച്ചിയുടെ മനസ്സിലുള്ളത് എത്രയാണെന്ന് വെച്ചാൽ മഷുവിനോട് പറഞ്ഞാൽ മതി. എങ്ങനെയെങ്കിലും അത് തന്നവൻ കല്യാണം നടത്തിക്കോളും. ദേഷ്യവും വാശിയും പരിഹാസവും കലർന്നിരുന്നു അവളുടെ വാക്കുകളിൽ. ആരുടെയും വാക്കുകൾക്ക് പോലും കാതോർക്കാതെ അവൾ കോണിപ്പടികൾ ഓടിക്കയറി. റൂമിലേക്ക് കയറി വാതിലടിച്ച് സാക്ഷായിട്ടതും കിതച്ചുകൊണ്ടവൾ പിന്തല വെച്ച് വാതിലിൽ ചാരി നിന്നു. നെഞ്ചകം നീറി പുകയുന്നുണ്ട്. ഉള്ളിൽ മാത്രമല്ല, ആ നീറ്റലും വേദനയും ശരീരം ഒട്ടാകെ പകരുന്നുണ്ട്. കാലുകൾക്ക് തളർച്ച വന്നതുപോലെ, ഉള്ളും പുറവും ചൂടുള്ള രീതിയിൽ ഇടപെട്ടതുപോലെ നീറിപ്പിഴയുന്നു. അവൾ തലയുള്ള ഷാള് വലിച്ചൂരിക്കളഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും തകർന്നവളെ പോലെ നിലത്തേക്ക് ഊർന്നിരുന്നു കൊണ്ടവൾ തല മുട്ടുകാലിൽ പൂത്തിവെച്ച് 2 കൈയും മുട്ടുകാലിന് വീഞ്ഞു മുറുകി. അവൾ അനുഭവിക്കുന്ന വേദനയും വിങ്ങലും ക്രമാതീതമായി ഉയർന്നതായെന്ന ശ്വാസഗതികളായി പുറത്തേക്ക് വന്നു. ആരുടെയൊക്കെ ദേഷ്യവും വാശിയും തോന്നി, വേദനയും വിങ്ങലും തോന്നി. പക്ഷെ എല്ലാം തൊണ്ടയിൽ കുരുങ്ങി കിടന്നതേയുള്ളൂ. ഒരു തുള്ളി കണ്ണുനീർ പോലും വരുന്നില്ല. ആർത്ത് കരയണം, ഉള്ളിലെ നോവ് കണ്ണീരായി പുറത്തേക്ക് ഒഴുക്കിവിടണമെന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. മനസ്സ് മരവിച്ച പോലെ, കണ്ണുകൾ കരയാൻ മറന്നതുപോലെ. ഇന്ന് രാവിലെ വാപ്പച്ചവർക്ക് മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തുന്നത് വരെ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. 1 മാസം കൊണ്ട് മഷു വരും, എങ്ങനെയെങ്കിലും കല്യാണത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കും. സഫയെ സലുക്ക നിക്കാഹ് ചെയ്യുന്നതോടൊപ്പം വാപ്പച്ചിയുടെ പൂർണ്ണ തൃപ്തിയോടെ മഷു എന്നെ നിക്കാഹ് ചെയ്യും. അങ്ങനെ അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഉറങ്ങാൻ വേണ്ടി കണ്ണടച്ചാൽ പോലും മുന്നിൽ തെളിഞ്ഞു വരിക ആ കുസൃതിയോടുള്ള നോട്ടവും, എനിക്ക് വേണ്ടി മാത്രം എരിയുന്ന ആ ചിരിയുടെ മഷുക്ക കയത്തിൽ മഹറിടുന്നതും.
ഇന്ന് സീറ്റിംഗ് റൂമിൽ ഇറക്കാൻ കൊണ്ടുപോകുന്ന മാടിനെ പോലെ വാപ്പച്ചി എന്നെ കൊണ്ടുപോയപ്പോൾ അവസാന നിമിഷം വരെ മനസ്സിലൊരു പ്രതീക്ഷയായിരുന്നു അവിടെ ഇരിക്കുന്നത് മഷു ആണെന്ന്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. എല്ലാത്തിനും മൂകസാക്ഷിയെ നിന്ന് കൊടുക്കുമ്പോൾ മനസ്സ് മുഴുവൻ ഒരു തരം മരവിപ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി ലക്ഷ്യമില്ലാതെ നടക്കുമ്പോൾ മഷക്കല്ലാത്ത ഒരാളുടെ ഭാര്യയാകുന്നത് ഓർക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ ഉണ്ടാകുമോ? ഇല്ല. മഷിക്കില്ലാത്ത സുറുമില്ല. വേറൊരാളുടെ മഹറിൻ്റെ കയത്ത് നീട്ടുന്നതിൽ ഭേദം മരിച്ചു പോകുന്നതാണ്. മഷിക്കെല്ലാത്തിൻ്റെ ജീവിതം ഓർക്കാൻ പോലും വയ്യ. ബസ് സ്റ്റോപ്പിലേക്ക് എത്തി ഹനയുടെ വീട്ടിലേക്കുള്ള ബസ് കയറുമ്പോൾ മനസ്സ് മുഴുവൻ എന്തുണ്ടെങ്കിലും നവിയെ അറിയിക്കണമെന്ന് മഷിക്കയുടെ വരികളായിരുന്നു. എന്തോ അപ്പോൾ ഹനയുടെ വീട്ടിലേക്ക് പോയി നവിക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാനാണ് തോന്നിയത്. ഒരു പക്ഷേ സലുക്കേക്കോടൊപ്പം എന്നെ സഹായിക്കാൻ നവിക്കൊക്കെ കഴിയുമെന്നുള്ളത് ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ. ബുധനാഴ്ചയാണ് നവിക്ക വീട്ടിലില്ലാത്ത ദിവസമാണെന്നൊന്നും അപ്പം ചിന്തിച്ചതുപോലുമില്ല. ഹനയുടെ വീടിൻ്റെ മുമ്പിൽ ബസ് ഇറങ്ങി ഗേറ്റ് തുറന്ന് അവളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു നിമിഷം റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളെ നോക്കി നിന്നു. മഷിക്കാൻ ആദ്യമായി കണ്ടുമുട്ടിയ ഈ സ്ഥലം സാക്ഷിയാക്കി തന്നെ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങളോട് മുന്നിലേക്ക് ഓടിയാലോ എന്ന് ചിന്തിച്ചു പോയി. എന്തോ അങ്ങനെ പൈശാചിക ചിന്തയാണ് തോന്നിയത്. പെട്ടെന്ന് തന്നെ മഷുവിൻ്റെ ചിരിക്കുന്ന മുഖം ഓർമ്മ വന്നു. ഞാനില്ലാണ്ടായാൽ എൻ്റെ സെലുക്ക ചങ്ക് പൊട്ടി കരയുന്നതും ഉമ്മ തളർന്നു പോകുന്നതും തൻ്റെ ചെയ്തിയിലാണല്ലോ എൻ്റെ മകളുടെ ജീവൻ എടുക്കുന്നതെന്നോർത്ത് എൻ്റെ വാപ്പച്ചി നീർന്നത് ഓർത്തപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു. ഇല്ല, സുരുമിക്ക് കഴിയില്ല. ലോകം മുഴുവൻ എതിര് നിന്നാലും സ്നേഹിക്കാനും കാത്തിരിക്കാനും ഓർത്തിരിക്കാനും മഷുള്ളോടത്തോളം കാലം സുരുമിക്ക് സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഹനയുടെ വീട്ടിൽ ചെന്ന് കാളിമ്പല്ലടിച്ചപ്പോഴാണ് അവളുടെ ഉമ്മയോട് എന്ത് പറയുമെന്ന് ചിന്തിച്ചത്. വാതിൽ തുറന്ന് അവരുടെ മുമ്പിൽ എന്ത് പറയുമെന്നറിയാതെ നിന്നപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കാം കൂടുതലൊന്നും ചോദിക്കാതെ അകത്തേക്ക് കയറ്റിയിരുത്തി. ഉണ്ടോയെന്ന് ചോദിച്ചതിന് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. അപ്പോഴേക്കും രക്ഷക ഹിബ എത്തി. അവൾ എൻ്റെ മുഖത്ത് നിന്ന് എന്തൊക്കെയോ വായിച്ചെടുത്തിരിക്കാം. വേഗം മേലെ ഹനയുടെ റൂമിൽ കൊണ്ടുപോയിരുത്തി. ഹന കോളേജിൽ പോയതുകൊണ്ട് ഹിബയും ഉമ്മയും മാത്രമേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്താ കാര്യമെന്ന് ആകുലതയോടെ തിരക്കി അവളോട് ചുരുക്കം ചില വാക്കുകളിൽ കാര്യം പറഞ്ഞു. ഇപ്പം ആലോചിക്കുമ്പോൾ എൻ്റെ ഭാഗ്യം എന്തെന്ന് തോന്നുന്നു. ഹിബയെ 7 മാസം തികഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് 2 ദിവസം കഴിഞ്ഞാൽ. ഹന പറഞ്ഞിരുന്നെങ്കിലും ഹിബ പറഞ്ഞപ്പോഴാണ് അത് ഓർത്തു വന്നത് പോലും. ആ കാരണം കൊണ്ട് തന്നെ നെവിക്ക് ആഴ്ച ബാംഗ്ലൂരിൽ പോയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ അവസ്ഥക്കിടയിലും ഇച്ചിരി ആശ്വാസം തോന്നി. നവിക്ക പുറത്തു പോയതായിരുന്നു. ഹിബ വിളിച്ച് കാര്യം പറഞ്ഞതും 1/2 മണിക്കൂറിനെ കൊണ്ട് കോളേജിൽ നിന്നും ഹനയെ കൂട്ടി നവിക്ക വന്നു. കോളേജിൽ പോയ ഹനയെ മണിക്കൂർ കൊണ്ട് കോളേജിൽ വിളിച്ചു കൊണ്ടുവന്നതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവർക്ക് ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. വിചാരിച്ച എതിർപ്പൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ രാവിലെ മുതൽ സെലുക്ക് വരുന്നതുവരെ അവിടെ നിർത്തിയതും ഓരോ നേരവും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചതും. ഓടിപ്പാഞ്ഞ് വെപ്രാളപ്പെട്ടാണ് ഹന വന്നത്. പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ നവിക്ക കോളേജിൽ വന്ന് കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അവളാകെ പേടിച്ചു പോയിരുന്നു. നവിക്ക തന്നെയാണ് സെലുക്കാനെ വിളിച്ചറിയിച്ചത്. അപ്പം മാത്രമാണ് വാപ്പച്ചി കൊണ്ടുവരുന്ന കല്യാണാലോചനകളെല്ലാം തന്നെ പലതും പറഞ്ഞ് സെലുക്ക മുടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന് ഇപ്പം സെലുക്ക വീട്ടിലില്ലാത്ത അവസരം വാപ്പച്ചി ശരിയായി വിനിയോഗിച്ചതാണെന്ന് മനസ്സിലായത്. കേട്ടപാതി അവിടുത്തെ പർച്ചേസ് കഴിഞ്ഞ് വേഗം പുറപ്പെടാമെന്ന് സെലുക്ക വരുന്നത് വരെ എന്നെ അവിടെ നിർത്തണമെന്നും നവിക്കയെ പറഞ്ഞു ഏൽപ്പിച്ചു. പിന്നെയും ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മഷ്കയെ ഫോണിൽ നിന്ന് കിട്ടിയത്. ആള് ഡ്യൂട്ടിയിലായിരിക്കണം. എന്താടാ, ഞാൻ ഡ്യൂട്ടിയിലാ, ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മഷ്ക ഫോൺ എടുത്തത് തന്നെ. വളരെ ശാന്തമായി നവിക്ക കാര്യം പറയുന്നത് കേട്ടു. അപ്പോഴത്തെ ആളുടെ അവസ്ഥ ഓർക്കും നെഞ്ചിലൊരു കനം വന്ന് മൂടി. എനിക്കപ്പോൾ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ചുറ്റും ഒരുപാട് പേരുണ്ട്. പക്ഷെ മഷ്കാക്കോ നിനക്ക് തരാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എനിക്കായി നീട്ടിപ്പിടിച്ച് നവിക്ക. ഹനയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഞാൻ. എഴുന്നേറ്റിരുന്നു. അനുവാദത്തിനായി ഹനയും അടുത്തിരിക്കുന്ന ഹിബയും നോക്കി. അവർ കണ്ടുകൊണ്ട് അനുവാദം തന്നപ്പോൾ ഞാൻ ഫോൺ വാങ്ങി. ഫോൺ കാതോട് ചേർത്ത് ആ നിശ്വാസത്തെ അടുത്തെറിയുമ്പോൾ 5-6 മാസങ്ങളായി വെള്ളിയാഴ്ചകളിൽ എന്നെ തേടി വരാറുള്ള ആ നിശ്വാസങ്ങളിൽ നിന്നും ഏറെ ദൂരെയാണ് അപ്പോഴത്തെ നിശ്വാസവും നെഞ്ചിരിപ്പെന്ന് തോന്നി. സംസാരിച്ചു തുടങ്ങാനുള്ള എൻ്റെ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അവർ 3 പേരും റൂം വിട്ടിറങ്ങി. അവർ പോയതും ഞാൻ വിളിച്ചു, മഷ്ക. വിളിച്ചതും വിതുമ്പിപ്പോയിരുന്നു ഞാൻ. അതുവരെ മരവിച്ച പോലെ നിന്നിരുന്ന മനസ്സും പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യത്തിൽ എല്ലാം മറന്നുകൊണ്ട് തേങ്ങി. അവ ചീളുകളായി പുറത്തേക്കൊഴുകി. എന്താ പെണ്ണേ ഇത്, നീ സ്ട്രോങ് ആണെന്നല്ലേ ഞാൻ കരുതിയേ. അയ്യേ, എൻ്റെ തേങ്ങലോട് തുടങ്ങിയതും മഷിക്കയുടെ അടഞ്ഞു ചിലമ്പിച്ച ശബ്ദം കാതിലെത്തി. എൻ്റെ പെണ്ണേ, ഞാൻ ജീവിച്ചിരിക്കുമ്പം നിന്നെ വേറൊരാൾ നിക്കാഹ് ചെയ്യോ? ഒരിക്കലില്ല. നിൻ്റെ മനസ്സിൽ ഞാനുള്ളിടത്തോളം കാലം ലോകത്ത് ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കൂല. ഇനി നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലും ശരി, ഞാനില്ലേ കൂടെ. പിന്നെ എന്തിനാ നീ പേടിക്കണേ? ആര് വിചാരിച്ചാലും സുറുമിയെ മഷൂദിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. അവൻ്റെ ഉറച്ച ശബ്ദം കാതിൽ വീണു.
അവൻ്റെ ഓരോ വാക്കുകളും മനസ്സിന് മാത്രമല്ല ശരീരത്തിന് ഊർജം പകർന്നു. കുറച്ചു നേരം കൊണ്ടാണെങ്കിലും തകർന്നടിഞ്ഞു പോയ എനിക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ആ വാക്കുകൾ പുതുജീവൻ നൽകി. കുറച്ചു നേരം കൂടെ സംസാരിച്ചെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മഷ്കയെ കഫീൽ വിളിക്കുന്നതും അറബിയിൽ എന്തൊക്കെയോ പറയുന്നതും കേൾക്കാമായിരുന്നു. അറബിയും ഇംഗ്ലീഷും ചേർത്ത് മഷ്ക അയാളോട് എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. മഷ്ക അയാളുടെ 10 മിനിറ്റ് നാട്ടിൽ നിന്നൊരു അർജൻറ്റ് കോളാണെന്നൊക്കെയാണ് പറയുന്നതെന്ന് സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാൾ അവസാനിപ്പിക്കാൻ നേരത്തും അധികം സംസാരിക്കാൻ പറ്റാത്ത നിരാശ മഷ്കയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. രാത്രി സെലുക്ക വരുന്നതുവരെ അവരുടെ കൂടെ നിന്നു. അവരിൽ നിന്നും പകർന്നു കിട്ടിയ ഒരു പോസിറ്റിവിറ്റി അത് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ പ്രവൃത്തിയിലും പ്രകടമായിരുന്നു. സെലുക്കയുടെ കൂടെ വീട്ടിലെത്തുന്നത് വരെ മനസ്സിൽ മുഴുവൻ മഷ്കയുടെ വാക്കുകളായിരുന്നു. മഷ്കൻ്റെ കൂടെയുണ്ട്, ആ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു വാപ്പച്ചിയുടെ മുമ്പിൽ ചങ്കുറ്റത്തോടെ നിൽക്കാൻ. പക്ഷെ എന്നിട്ടും നന്ദി കെട്ടവളെന്നും ധിക്കാരിയെന്നും ജന്മം നൽകിയവരിൽ നിന്ന് കേട്ടപ്പം ഉണ്ടാക്കിയെടുത്ത ധൈര്യമെല്ലാം ചോർന്നുപോയി. വളർത്തി വലുതാക്കിയവരാണോ മഷ്കയാണോ വലുതെന്ന് ചോദിച്ചപ്പം പതറിപ്പോയി. മഷ്ക, ഞാൻ തോറ്റുപോയി മഷ്ക, വാപ്പച്ചിയുടെ മുമ്പിൽ പതറിപ്പോയി. മാപ്പ് എന്നും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകും. മരണം വരെ എൻ്റെ മനസ്സിലും ജീവിതത്തിലും മഷ്ക മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ ഈ ഒരു പ്രണയം കൊണ്ട് നിങ്ങൾക്ക് വേദന മാത്രമേ ഞാൻ സമ്മാനിച്ചിട്ടുള്ളൂ. മാപ്പ്, മോഹിപ്പിച്ചതിനും ആശിപ്പിച്ചതിനും. അവളുടെ ഉള്ളം അവൻ്റെ ഓർമ്മയിൽ നീറിപ്പിടഞ്ഞു. എന്തൊക്കെയോ ചിന്തിച്ച് തീരുമാനിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് വെച്ച് ബാത്റൂമിലേക്ക് നടന്നു. മനസ്സിൻ്റെ ഭാരം ശരീരത്തെയും തളർത്തിയിരുന്നു. ഫ്രഷായി വന്നതും കാട്ടിലേക്ക് കിടന്നു. സെലുക്ക് അവളെ വിളിച്ചുകൊണ്ട് വാതിൽ മുട്ടുന്നതും ഏറെ നേരം കഴിഞ്ഞ് മറുപടിയൊന്നും ഇല്ലാതായപ്പം ശബ്ദം കുറഞ്ഞു വരുന്നതും ഒടുവിലത് നിൽക്കുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു. ജനലിലൂടെ കാണുന്ന ആകാശത്തെയും എണ്ണമറ്റ നക്ഷത്രങ്ങളെ നാണിച്ചുകൊണ്ട് മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞു പോകുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ടവൾ കട്ടിലിൻ്റെ ഒരറ്റത്തേക്ക് ചുരുണ്ടുകൂടി. കാത്തിരിക്കുക. നല്ല ദൈർഘ്യത്തിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ വ്യൂ കാട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. ബൈ.